എയർഫോഴ്സിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൺട്രിബ്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ലോജിസ്റ്റിക് സപ്പോർട്ട് ഏരിയാസ് ഉണ്ടല്ലോ അതിന് എയർഫോഴ്സ് വളരെ വളരെ എഫക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തു. അപ്പോൾ ലോജിസ്റ്റിക് സപ്പോർട്ട് ഏരിയാസിനെ സക്സസ്ഫുള്ളായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഭക്ഷണമില്ല, അമ്യൂണിഷനും ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ലോജിസ്റ്റിക് സപ്പോർട്ടിന് നല്ല ഭംഗിയായിട്ട് എയർഫോഴ്സ് കൈകാര്യം ചെയ്തു. മാത്രമല്ല ഇവരുടെ ഈ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതായത് നമുക്ക് ട്രൂപ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക, കാഷ്വാലിറ്റീസിനെ ഇവൈക്കേറ്റ് ചെയ്യുക, പിന്നെ എസെൻഷ്യൽ സ്റ്റോഴ്സ് കൊണ്ടുവരിക, ഓക്കെ, അങ്ങനെയുള്ള പിന്നെ കമാൻഡേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഈ ലോജിസ്റ്റിക് ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഫോർ എക്സാമ്പിൾ, എൻ്റെ റെജിമെൻറ്റിലെ ഒരു ക്യാപ്റ്റൻ ഗില്ലിയാൽ വാസ് ഇൻജേർഡ്. 8.5 മണിക്കൂർ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് 0.4875 ഗില്ലിയാലിനെ താഴെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവന് താഴെ കൊണ്ടുവരുമ്പോഴത്തേനും ഇവന് ആകെ ബ്ലീഡിങ് ആയിട്ടായിരുന്നു. ആ സമയത്ത് എനിമിയുടെ ഷെല്ലിങ്സും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു ഹെലികോപ്റ്റർ താഴെ വരികയും ഗില്ലിയാലിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരും. സാധാരണഗതിയിൽ ഒരു പൈലറ്റും ചെയ്യാത്തൊരു കാര്യമാണിത്. കാരണം ഹെലികോപ്റ്റർ ഇറങ്ങി വരുമ്പോൾ കാണല്ലോ, അവർക്ക് അവിടെ നിന്ന് കാണാൻ അവർക്ക് ഇതൊക്കെ ഷൂട്ട്. പക്ഷേ ഹെലികോപ്റ്റർ താഴെ വന്ന് എൻ്റെ റെജിമെൻറ്റിലുണ്ടായ സംഭവമാണ്. ഗണ്ണേരിയയിൽ വന്നു നമ്മൾ ഗില്ലിയാലിനെ ഇരുത്തി. അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ദൂരത്താണ് ഈ ഹെലികോപ്റ്റർ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ ഈ ഹെലികോപ്റ്ററിനെ ഉന്തിക്കൊണ്ടെന്നാണ് വായിച്ചത്, ലിറ്ററലി. കാരണം ഫ്ലൈ ചെയ്തിട്ട് വരാൻ പറ്റില്ല, ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാണും. അപ്പോൾ അവിടുന്ന് ഉന്തിക്കൊണ്ടുവന്നു, ഇവനതിനകത്ത് വെച്ചു. ടുഡേ ഗില്ലിയാൽ ഇറ്റ്സ് എ ബ്രിഗേഡിയർ ഇൻ ദ ഇന്ത്യൻ ആർമി, ഈ ഗോട്ട് എ വീർ ചക്ര ഫോർ ദാറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഫാന്റാസ്റ്റിക്. അത് എയർഫോഴ്സിൻ്റെ ആ ആക്ഷൻസൊക്കെ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിലെ ആ ഹിക്കപ്പ് കഴിഞ്ഞതിന് ശേഷം എയർഫോഴ്സിൻ്റെ ആക്ഷൻസ് വളരെ നല്ലതായിരുന്നു, കമൻറ്റബിൾ ആയിരുന്നു.